മാധ്യമങ്ങൾ അവരുടെ ചുമതല നിർവഹിക്കുന്നു. ഒരു നിമിഷം മറ്റുള്ള ഓരോരുത്തരും അവരവരുടേതായ ചുമതല നിർവഹിക്കാൻ നിർബന്ധിതമാകുന്നു. ഇപ്പോൾ KCBC അടക്കം. എന്തേ നിങ്ങൾ ഒന്നും ചെയ്യില്ല എന്നതുകൊണ്ടാണ്. അതല്ല, നിങ്ങൾ ഒന്നും ചെയ്യില്ല, മറ്റുള്ളവർ ചെയ്തുകൊള്ളൂ എന്നാണ് പറയുന്നത്. കോടതികൾക്കിടയിൽ തർക്കമുണ്ടായിരിക്കുന്നു, കോടതികൾ തീർപ്പാക്കട്ടെ എന്നാണ് പറയുന്നത്. തീർച്ചയായും ആണല്ലോ ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേയുടെ സംരക്ഷണമോ വികസനമോ ഒന്നും അല്ലല്ലോ ഈ പ്രശ്നമായത്. ദേശീയപാതയിൽ അടുത്തുള്ള പിന്നെ ബാറുകൾ അടച്ചുപൂട്ടുക എന്ന വിധിയും മിസ്റ്റർ വരദരാജൻ പറഞ്ഞതിൽ പ്രസക്തമായ ചോദ്യമുണ്ട്. മിസ്റ്റർ വരദരാജനെ ഒരു നിമിഷം ശ്രീ രാജ്മോഹൻ, മിസ്റ്റർ വരദരാജനെ പിന്തുണയ്ക്കാൻ സുനിൽ തന്നെ വരണം. തീർച്ചയായിട്ടും ഈ പാനലിൽ സുനിൽ തന്നെ വരണം. വരദരാജന് പിന്തുണയായിട്ട് കേരളത്തിലെ ബാർ വ്യവസായത്തിന്റെ പ്രമുഖനായ സുനിൽ നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദറാണ്, ഒരേ തൂവൽ പക്ഷികളാണ്, ഒരുമിച്ച് പറഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധിയുണ്ടല്ലോ, അതായത് നാഷണൽ ഹൈവേക്കും സ്റ്റേറ്റ് ഹൈവേക്കും 500 മീറ്റർ അകലെ നിന്ന് ബാറുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റും മദ്യവ്യവസായികളും കൂടെ തീരുമാനമെടുത്തു, ബാറുകൾക്ക് സമീപമുള്ള നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും അവിടുന്ന് മാറ്റിക്കൊണ്ട് പോകണമെന്നാണ് നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ എടുത്ത തീരുമാനം. വളരെ നല്ല തീരുമാനം. കാര്യം ബാറുകൾ എവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ പരിസരത്ത് നാഷണൽ ഹൈവേയോ സ്റ്റേറ്റ് ഹൈവേ ഉണ്ടോ അവിടുന്ന് പൊക്കിക്കൊണ്ട് പോക്കണം. ബാറുകൾക്ക് മുമ്പിലൂടെ നാഷണൽ ഹൈവേ വേണ്ട. കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് ഇന്ന് സുധാകരൻ പറഞ്ഞല്ലോ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് സുധാകരൻ പറഞ്ഞില്ല. അതിന്റെ ഫലമാണ് ഇനി പോട്ടെ. സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നു. ആ വിധി വന്നപ്പോൾ എന്താ ചെയ്തത്? എക്സൈസ് കമ്മീഷണർ അഡ്വക്കേറ്റ് ജനറൽ സമീപിച്ചു. അഡ്വക്കേറ്റ് ജനറൽ എന്താ പറഞ്ഞത്? അപ്പീൽ പോകേണ്ട കാര്യമില്ല, തുറന്നു കൊടുത്തോളൂ. ഒറ്റ മിനിറ്റ്. ആരാണ് ഈ അഡ്വക്കേറ്റ് ജനറൽ? ശ്രീ സെൻകുമാറിന്റെ കേസിൽ നമുക്കറിയാം, ഹരീഷ് സാൽവെ സുപ്രീം കോടതിയിൽ വാദിച്ചു, പരാജയപ്പെട്ടു. അന്ന് ഹരീഷ് സാൽവെ പറഞ്ഞു സുപ്രീം കോടതി വിധി മാനിക്കണം, ഉടൻ നിയമനം കൊടുക്കണം. കേരളത്തിന്റെ ലോ സെക്രട്ടറി പറഞ്ഞു ഉടനെ നിയമനം നടത്തണം, സെൻകു ഒരു നിമിഷം താമസിക്കരുത്. അന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു പറഞ്ഞോട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എന്നിട്ട് എന്താ പറഞ്ഞ അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം എന്താ? അദ്ദേഹം പറഞ്ഞത് പിന്നെ വ്യക്തതാ ഹർജി. എന്തുപറ്റി? 25,000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വന്നു. മാത്രമല്ല നിരുപാധികം പോയി സുപ്രീം കോടതിയിൽ മാപ്പ് പറയേണ്ടി വന്നു. ആ അഡ്വക്കേറ്റ് ജനറൽ സുധാകര പ്രസാദ് ആണ് ഈ വിധിയിൽ അപ്പീൽ പോകണ്ട, ബാർ തുറന്നു കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി UDF ഗവൺമെന്റ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഈ അധികാരം കൊടുത്തത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 70% ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരിൽ നിന്ന് അധികാരം വീണ്ടെടുത്തത്? എന്തടിസ്ഥാനത്തില? അപ്പൊ കേരളത്തിലെ കഴിയാതെ വന്നു. അല്ല, അതിലെ ബാറുകൾക്ക് ഇപ്പൊ തുടരാനായിട്ട് തദ്ദേശ ഒരു നിമിഷം ശ്രീ വരദരാജൻ, നിങ്ങൾ എവിടെ പ്രവർത്തിക്കണം അവിടെ വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കാൻ വിരുത് കാട്ടുന്നവരാണ്. അതാണ് ശ്രീ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടിയത്. 92-ൽ AKANയുടെ കാലത്ത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ NOC നിർബന്ധമാക്കുന്നു. 98 നായനാറുടെ കാലം. 98-ൽ അത് പിൻവലിക്കുന്നു. പിന്നീട് വീണ്ടും UDF ഗവൺമെന്റ് വരുമ്പോൾ അത് വരുന്നു. ദാ ഇപ്പൊ നിങ്ങൾ പെട്ടെന്നാണ് അത് എടുത്തു മാറ്റിയത്. ഓർഡിനൻസ് ആണ്. ഒരു നിമിഷം. അപ്പോ വേഗത്തിൽ മദ്യവ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളെല്ലാം എടുക്കാൻ അറിയാം, അതിൽ ഈ ഓർഡിനൻസ് റൂട്ടും ഉണ്ടാക്കാൻ അറിയാം. കോടതിയിൽ കാര്യങ്ങൾ പറയില്ല, ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്നു. ഇത് ബാർ മുതലാളിമാരുടെ സർക്കാരാണ്. ഇത് ബാർ മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ്. ശ്രീ വരദരാജൻ വേണുവിനും അല്ല, ഇതിലെ ഒന്ന് പറഞ്ഞോട്ടെ. വളരെ വികാരപരമായിട്ട് പറഞ്ഞു. ഇത് ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം പഞ്ചാബിലെ ഗവൺമെന്റ് അവിടുത്തെ റോഡുകളെല്ലാം ഡീനോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പഞ്ചാബിലെ കാര്യം വേറെ വിധി കൂടെ സിംഗിൾ ബെഞ്ചും ആ വിധി അംഗീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് കേരളത്തിലുള്ള ആളിന്ത്യ പാർട്ടിയാണ്. അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അല്ല, നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞാലേ ഞാൻ പറയട്ടെ,
ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ സംഭവം സംബന്ധിച്ച് ഇതുവരെയും നടന്ന സംഭവങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആവശ്യമില്ല തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കുന്ന ഏതൊരാളിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മദ്യനയത്തിൻ്റെ സൂചന എവിടേക്കാണ് പോകുന്നത് എന്ന് വ്യക്തമാവും. അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങളെ കാണുന്നത്. അതുകൊണ്ട് അതിനൊന്നും യാതൊരു സംശയത്തിൻ്റെ അങ്ങനെയല്ല ശ്രീ വരദരാജൻ, നിങ്ങൾക്ക് ദേശീയപാതയിൽ ഇത് പൂട്ടേണ്ട സ്ഥിതി വന്നപ്പോൾ നിങ്ങൾ പൂട്ടി. പക്ഷേ അത് മറ്റെവിടെയെങ്കിലും കൊണ്ട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിമിഷം ജനകീയമായ പ്രതിഷേധം ഉയരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സംസ്ഥാനത്തിന്റെ പ്രത്യേകമായ അധികാരം ജനങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നു. ജനകീയ പ്രതിഷേധമാണല്ലോ ഉയരുന്നത്, സർക്കാരിനെതിരെയുമല്ല, മദ്യശാലകൾക്കെതിരെ. പക്ഷെ നിങ്ങൾ മദ്യമുതലാളിമാരുടെ സർക്കാർ എന്ന് രൂപം മാറുന്നു, ആ ഘട്ടത്തിൽ ജനവിരുദ്ധമാകുന്നു. എന്നിട്ട് നിങ്ങൾ ഈ ഓർഡിനൻസ് റൂട്ട് എടുത്ത് ഇതെല്ലാം അവിടെ പുനഃസ്ഥാപിക്കാൻ നോക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണതാ കോടതിയിൽ നിന്നൊരു അനുകൂലമായ സാഹചര്യം. നിങ്ങൾ അതും ഉപയോഗിക്കുന്നു. നിങ്ങളുടെ കൂറ് മദ്യത്തോടാണ് സാർ. അതെ അതെ, ഇവിടുത്തെ 80% ഇവിടുത്തെ മദ്യ മുതലാളി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. 80% വ്യവസായം നടത്തുന്നത് ഗവൺമെന്റ്. ചുമതലകൾ നിർവഹിക്കാതെ അല്ലാതെ ചെയ്യേണ്ടത്. PWDയെ കക്ഷി മുങ്ങി നടക്കുകയല്ല വേണ്ടത്. എന്നിട്ട് പുറത്തിറങ്ങി വന്ന് കോടതിയെ പറ്റി പറഞ്ഞ് വീരസ്യം കാട്ടുകയല്ല വകുപ്പ് മന്ത്രി വേണ്ടത്. ചെയ്യേണ്ട പണി ശ്രീ സുധാകരൻ താങ്കൾ ചെയ്ത് ശീലിക്കണം. ശ്രീ വരദരാജൻ തുടർന്നോളൂ. അല്ല, ഇത് ഈ മദ്യപാനത്തിൻ്റെ പ്രശ്നം മദ്യപാന്മാരുടെ കൂടെയാണ് സർക്കാർ എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചാരായം നിരോധിച്ച കാലം മുതലുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ മദ്യനിരോധനത്തിന് യോജിക്കുന്നതേ ഇല്ല. മദ്യവർജനത്തെ സംബന്ധിച്ചാണ് ഞങ്ങൾ പറയുന്നത്. നിരോധിച്ചുകൊണ്ട് മദ്യം ഇവിടെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ്. പാർട്ടി പ്ലീനം ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നിങ്ങൾ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ടല്ലോ, വർജിക്കണമെന്നല്ല, കുടിക്കരുതെന്നാണ്. അതെങ്ങനെയാ ആ സഖാക്കൾക്ക് നടക്കുക? വർജിക്കാനല്ലേ പറയുന്നത്? അവിടത്തേക്കാണ് ഞാൻ വരുന്നത്. എന്താ എവിടേക്ക് വരുന്നത്? വർജിക്കാൻ പറയൂ. പ്ലീനം രേഖയിൽ പറയൂ, തിരുത്തൂ. വർജിക്കൂ. നിങ്ങൾ കുടിക്കരുതെന്ന് പറയാൻ കഴിയില്ല. വർജിക്കൂ നിങ്ങൾ, തിരുത്തൂ. ഞാൻ പറയട്ടെ, മദ്യപാനം സാമൂഹ്യമായ വിപത്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വർജിക്കണം എന്ന് പറയുകയും പാർട്ടിക്കകത്തുള്ള ആളുകളോട് മദ്യപിക്കുന്നവർ പാർട്ടിക്കകത്ത് പാടില്ല എന്ന് പറയുന്നതും സമൂഹത്തിലാകെ നിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് നിയമനിർമ്മാണം നടത്തുന്നത് ഒരുപോലെയല്ല. ഇവിടെ മദ്യവർജനത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്തി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബിഷപ്പുമാരും കർദിനാൾമാരും എല്ലാം ശരിയാണ്. പക്ഷേ രണ്ടിടത്തും വ്യക്തികളാണുള്ളത്. പാർട്ടി പ്രവർത്തകൻ എന്ന് മാത്രമല്ല ഒരു വ്യക്തി ജീവിക്കുന്നത്. അല്ലല്ല, ഒരു നിമിഷം. പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമായല്ല അദ്ദേഹം ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, വ്യക്തിയാണ്. പല സാമൂഹിക ജീവിതത്തിൽ ഒന്നാണ് പാർട്ടി ജീവിതവും. അപ്പോ ഇത്ര കർക്കശമായി നടപ്പാക്കിയാൽ നിങ്ങളുടെ എക്സൈസ് മന്ത്രി പറയുന്നത് പോലെ നിങ്ങളുടെ സഖാക്കൾ ഇത് വർജിക്കും, പക്ഷെ മയക്കുമരുന്നിലേക്ക് പോകും. ശ്രദ്ധിക്കൂ, അടുത്ത പ്ലീനർ റിപ്പോർട്ടിൽ നിങ്ങൾ മയക്കുമരുന്നിനെതിരെയും എഴുതേണ്ടി വരും. ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.